നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അർജൻറ്റീന ടീമിൽ മാറ്റം വരുത്തേണ്ട സമയമായിരിക്കുന്നു. അവരുടെ പല താരങ്ങളും പ്രമുഖ ക്ലബ്ബുകളിൽ കളിക്കാത്തവരായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ വേൾഡ് കപ്പ് പോലെയല്ല. കാലം കടന്നു പോകുന്നു, പല താരങ്ങൾക്കും പ്രായമേറുന്നു. അതിൻ്റെ ഫലമായിട്ട് ടോപ്പ് ക്ലബ്ബുകളിൽ കളിക്കാതെയായി പലരും ഇപ്പോൾ മറ്റ് ലീഗുകളിലേക്കൊക്കെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇനിയിപ്പോൾ ടോപ്പ് ക്ലബ്ബുകളിലുള്ളവർക്ക് തന്നെ അധികം പ്ലേയിങ് ടൈം ലഭിക്കുന്നില്ല എന്ന പ്രശ്നമുണ്ട്. അവരെ വെച്ച് സ്ഥിരമായി സ്റ്റാർട്ട് ചെയ്ത് കളിക്കുക എന്നുള്ളത് റിസ്ക്കാണ് എന്ന് ലയണൽ സ്കലോനി തിരിച്ചറിയുന്നു. അർജൻറ്റീന ടീമിൽ 2025 മുതൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന സൂചന തന്നെ അദ്ദേഹം നൽകുന്നു. അത് ശരിയായ തീരുമാനവുമാണ്. വെറ്ററൻ താരങ്ങളെ വെച്ച് അങ്ങനെ ഉന്തി മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ. 2025 മാറ്റങ്ങൾ കൊണ്ടുവന്നെങ്കിലേ 2026 വേൾഡ് കപ്പ് ആകുമ്പോഴേക്കും ടീമിനെ വീണ്ടും സെറ്റാക്കി എടുക്കാൻ പറ്റുകയുള്ളൂ എന്ന ധാരണ കോച്ച് ലയണൽ സ്കലോനിക്കുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ പെറുവിനെതിരെയുള്ള കളിക്ക് മുന്നോടിയായുള്ള പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഈ വിഷയം അദ്ദേഹം തുറന്നു പറഞ്ഞത്. അദ്ദേഹത്തോട് വരുന്ന ചോദ്യവും അങ്ങനെ തന്നെയാണ്. പല താരങ്ങളും അവരുടെ ക്ലബ്ബുകളിലെ റെഗുലർ സ്റ്റാർട്ടേഴ്സ് അല്ല. എന്നിട്ട് അവരെ സ്ഥിരമായിട്ട് വിളിക്കുന്നത്, ടീമിലേക്ക് കോളപ്പ് ചെയ്യുന്നത് ഒരു കോമ്പറ്റിറ്റീവ് റിതം നഷ്ടമാക്കുന്നില്ലേ എന്ന ചോദ്യം അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ ലയണൽ സ്കലോനിയുടെ മറുപടി, തീർച്ചയായിട്ടും താരങ്ങൾ കളിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ 6 മത്സരങ്ങൾ, കോപ്പ അമേരിക്കയ്ക്ക് ശേഷമുള്ള 6 മത്സരങ്ങൾ, സെപ്റ്റംബറിലെ, ഒക്ടോബറിലെ, നവംബറിലെ 2 വീതം ഇൻ്റർനാഷണൽ മത്സരങ്ങൾ ഈ എല്ലാ മാസങ്ങളും നടന്നല്ലോ. ഈ 6 മത്സരങ്ങൾ കോപ്പ അമേരിക്കയ്ക്ക് തൊട്ടു പുറകെ നടന്നതായതുകൊണ്ട് ആ കോപ്പയിൽ കളിച്ച താരങ്ങളെ തന്നെ ഓപ്റ്റ് ചെയ്യാനാണ് ഞാൻ എപ്പോഴും ശ്രമിച്ചത്. അതായത് ടീമിൻ്റെ കോർ അതുപോലെ നിലനിർത്തുക. കപ്പ് നമുക്ക് നേടിത്തന്ന ആ ഒരു സന്തോഷം നമുക്ക് തന്ന താരങ്ങളെ നിലനിർത്താനാണ് ഇവിടെ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ ഇനി അങ്ങോട്ട് ഫ്രം നൗ നമ്മൾ മറ്റ് താരങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുക്കാൻ പോവുകയാണ്. ഓരോ താരങ്ങളുടെയും ഫുട്ബോളിംഗ് ലെവൽ വെച്ച് അസസ് ചെയ്ത് പോവാൻ തന്നെയാണ് തീരുമാനം. മുമ്പൊക്കെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു 5-6 മത്സരങ്ങൾ മാത്രമാണ് അങ്ങനെ ചെയ്യാതിരുന്നത്. അതുകൊണ്ട് ആ മാറ്റങ്ങളിലേക്ക് പോവുകയാണ് എന്ന് തന്നെ ലയണൽ സ്കലോനി വളരെ കൃത്യമായിട്ട് പറയുന്നു. നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ 4 കളികളിൽ നിന്ന് അർജൻറ്റീന വിജയിച്ചത് ഒരേ ഒരു കളി മാത്രമാണ്. അത് കൃത്യമായിട്ട് കോച്ച് നോട്ട് ചെയ്യുന്നു. അതനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുന്ന വർഷം 2025 മത്സരങ്ങളിലേക്ക് കൊണ്ടുവരികയാണ് എന്ന് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റു ചില കാര്യങ്ങൾ കൂടി എടുത്തു പറയുന്നുണ്ട്. പരാജയം എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും നിരാശ ഉണ്ടാക്കുന്നതാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ വാക്കുകളിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. പരാജയങ്ങൾ എപ്പോഴും എന്നെ വറി ചെയ്യിക്കുന്ന കാര്യമാണ്. നമ്മളാരും പരാജയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നില്ലല്ലോ. പക്ഷേ എങ്ങനെ നമ്മൾ തോറ്റു എന്നുള്ളത് കൂടി നോക്കണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് വലിയ നിരാശയ്ക്കൊന്നും വകയില്ല. ആരും പരാജയപ്പെടുന്നത് ഇഷ്ടപ്പെടുന്നില്ല, ശരിയാണ്, അത് ഒബ്വിയസാണ്. പക്ഷേ നമ്മൾ അധികം മത്സരങ്ങളൊന്നും തോറ്റിട്ടുമില്ല. ഒരുപാട് സമയങ്ങളിൽ നമുക്ക് ബെസ്റ്റ് റിസൾട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത് ജീവിതത്തിൻ്റെയും അതുപോലെ ഫുട്ബോളിൻ്റെയും ഒക്കെ ഭാഗമാണ്. പരാജയം വരും, നമ്മളതിൽ നിന്ന് റിക്കവർ ആവേണ്ടതുണ്ട്. കുറഞ്ഞ മത്സരങ്ങൾ, പരാജയപ്പെടുന്നതിൻ്റെ എണ്ണം കുറയ്ക്കുക, അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. പക്ഷേ ഓരോ സമയത്തും പരാജയപ്പെടുമ്പോൾ അതിൽ നമ്മൾ ഒരു അഡ്വേഴ്സിറ്റി ഫേസ് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ നല്ല വശങ്ങൾ കൂടി നമ്മൾ കാണണം എന്നുകൂടി കോച്ച് പറയുന്നു. ചുരുക്കത്തിൽ കഴിഞ്ഞ കളിയിലെ പരാജയം അദ്ദേഹം വളരെ സീരിയസ് ആയി എടുക്കുന്നു എന്നർത്ഥം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.